ഡബ്ബിങ്ങിലൂടെ മലയാള പ്രേക്ഷകരെ അമ്പരിപ്പിച്ച ഒരു മ്യൂസിക് കലാകാരനാണ് ഹരിശ്രീ പ്രവീൺ. പ്രവീൺ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഡബ്ബിംഗ് വിശേഷങ്ങൾ? ഏതുവിധ ശബ്ദങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കപ്പെടും. കറക്റ്റ്. ചെയ്തിട്ടുള്ള ശബ്ദങ്ങൾ ഏതൊക്കെയായിരുന്നു? ഞാൻ സിനിമകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ക്യാരക്ടർ സിനിമയിൽ ഡബ് ചെയ്യാൻ കിട്ടുന്നത് കല്യാണരാമനിലെ ബോബൻ ആലമുടനാണ്. ബോബൻ ആലമുടൻ, കല്യാണരാമൻ. ബോബൻ ആലമുടൻ. അപ്പോൾ ബോബൻ ആലമുടന് കിട്ടി. പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ എൻ്റേതല്ലാത്ത ശബ്ദങ്ങളിലായിരുന്നു കൂടുതലും സിനിമകളിൽ ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ പോക്കിരി രാജയിലെ അപ്പൂപ്പൻ്റെ സൗണ്ട്, ഇതൊക്കെ ഞാനന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അന്നൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്. അമ്മയില്ലാത്ത കുട്ടിയെ അവളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ എടുക്കുമ്പോൾ എനിക്ക് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് ആളുടെ കുറച്ചും കൂടി മിമിക്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഏതൊക്കെ ശബ്ദം അനുകരിച്ചു? മിമിക്രിയിൽ ലാലുലസ്, മമ്മൂട്ടി, ജനാർദ്ദനൻ. പണ്ട് ഈ കാസർഗോഡ് ഒരു സ്ഥലത്ത് ഒരു ബീച്ചിൻ്റെ സൈഡിലായിരുന്നു മിമിക്രി പ്രോഗ്രാം. ഈ മിമിക്രി പ്രോഗ്രാം വെച്ചപ്പോൾ അന്ന് ഭയങ്കര മമ്മൂട്ടിയുടെ ആരാധകരാണ് ആ സൈഡിൽ. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു വലിയ പെട്ടി നങ്കുണങ്ങിയത് കൊണ്ടുതന്നു. നങ്കുണങ്ങിയത് ഒരു വർഷം കൊടുത്തത് മൊത്തം വറുത്ത് തിന്നാനായിട്ട് വിട്ടു. നമ്മുടെ ശബ്ദം അനുസരിച്ച് ആൾക്കാർ നിന്ന് കയ്യടിയുടെ ഒപ്പം അവരുടെ സ്നേഹം അവർ കാണുന്നത്. നിങ്ങളിവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് നേരെ ഒരു വലിയ പെട്ടിയിൽ നങ്കുണങ്ങിയത്. ഞാൻ ഇന്ന് ഓർക്കാതെ ഏത് ബീച്ചാന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ ആൾക്കാരിനെ ഓർക്കാറുണ്ട്. MS ചേട്ടനെ എപ്പോഴും കാണാറുണ്ട്, ഇന്ററാക്ട് ചെയ്യാറുണ്ട്. എന്നാലും MS ചേട്ടൻ്റെ സൗണ്ട് ഞാൻ എടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ചോട്ടാനിക്കര അമ്പലത്തിൽ വെച്ച് കണ്ടു പറഞ്ഞു. അപ്പം അന്ന് വെളുപ്പിന് അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ FM പരസ്യം വരും. അരി നിറകതിരാണോ എങ്കിൽ നിറച്ചുണ്ടാം എന്ന് പറഞ്ഞിട്ട് പരസ്യമുണ്ട്. അപ്പം ഇത് MS ചേട്ടനും കേൾക്കണ്ടാവും ചിലപ്പോൾ വീട്ടിലിരുന്ന്. ഇതാരത് എന്നൊക്കെ പുള്ളിയും ചോദിക്കണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, MS ചേട്ടൻ്റെ ശബ്ദത്തിൽ മറ്റേ നിറകതിര അരിയുടെ പരസ്യം പറഞ്ഞ് ഞാനാന്ന് പറഞ്ഞു. അപ്പം ഞാനോടത്ത് പുള്ളി ചൂടാവുന്നത്, അത് ശരി, മര്യാദയ്ക്ക് ഒരു അരി എൻ്റെ വീട്ടിൽ കമ്മീഷനായിട്ട് കൊണ്ടു തന്നേക്കണം. ആഹാ, വെളുപ്പാൻ കാലത്ത് എൻ്റെ ഒച്ചയുണ്ടാക്കണം നീയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയായിട്ട്. ഹിറ്റാക്കിയത് കട്ടപ്പ. കട്ടപ്പയ്ക്ക് ഡബ് ചെയ്ത് വളരെ രസകരമായിരുന്നു. കട്ടപ്പ തീർച്ചയായിട്ടും. കട്ടപ്പ ബാഹുബലി 1-ലും ബാഹുബലി 2-ലും ഒക്കെ ഞാൻ തന്നെ എടുത്തു ഡബ് ചെയ്തു. ആ ശബ്ദം എല്ലാവരും ഉള്ളിലേക്ക് ഇങ്ങനെ മുഴങ്ങി നിൽക്കുക, അത് കേൾക്കണം. അതെ. കട്ടപ്പ ഡബ് ചെയ്തു. പിന്നെ മാത്രമല്ല ബാഹുബലി 2 ഒക്കെ ഡബ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു വേറൊരു സിനിമ ഡബ് ചെയ്യാനായിട്ട് ഹൈദരാബാദ് പോയപ്പോൾ ഞാൻ ഇതുമായിട്ട് സംസാരിച്ചു, സത്യരാജ് സാറായിട്ട് സംസാരിച്ചിരുന്നു. അതും എനിക്ക് ഭയങ്കര വലിയ ഭാഗ്യമായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്നോ നമുക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ പോകാനായിട്ട് പറ്റിയിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ പുള്ളിനെ ഒന്ന് അടുത്ത് കണ്ട് സംസാരിക്കും. കാരണം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഡബ് ചെയ്യുന്നൊക്കെ പുള്ളിക്ക് അറിയുകയും ചെയ്യും. എങ്കിലും മലയാളത്തിലെ കട്ടപ്പയൊന്ന് ശബ്ദം. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി. ഇതായിരുന്നു അതിലത്തെ ഒരു ഹൈലൈറ്റ്. അടിപൊളിയാട്ടോ. ഇപ്പോഴും ആ വിഷ്വൽസ് നമ്മുടെ മനസ്സിൽ. നിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം. കാരണം ഞങ്ങളൊരു മ്യൂസിക്കാരനാണല്ലോ. അതാരാ ഡബ് ചെയ്തത്? അത് അവരുടെ ഓൺ വോയിസ് തന്നെ ആയിരുന്നു കൊടുത്തെന്നുള്ളതാണ് അറിഞ്ഞത്. ഏത് ഹിറ്റ് പരസ്യങ്ങളാണ് ചെയ്തേക്കുന്നത്? ഹിറ്റ് പരസ്യങ്ങൾ എന്താ പറയാ, ഒരുപാടുണ്ട്. ക്യൂട്ടിക്കുറ, അതുപോലെ തന്നെ ധാത്രി. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല ആളുകൾ. ഇങ്ങനെ പറയില്ല. അത് ഏറ്റവും രസം പറയും. നമ്മളിപ്പോൾ ആളുകൾ ഫോണിലേക്ക് വിളിക്കുള്ളൂ. നമ്മളിപ്പോൾ സാർ ഒരു കൺഫർമേഷൻ്റെ ഭാഗമായി വോഡഫോണിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, സാറിന് നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സാർ. അപ്പോൾ ഇവരൊരു താളത്തിലായിരിക്കുമല്ലോ പഠിച്ചു വെച്ചാൽ താളം. സാർ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സാർ. സാറിനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല മാഡം, ഒരു കുഴപ്പമില്ല സാർ. എന്നാലും ഒന്ന് ഓർത്ത് നോക്ക് സാർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ സാർ. സാർ കൺഫർമേഷന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് വിളിച്ചതാണ് സാർ. സാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, സാർ അഡ്രസ്സൊക്കെ ഒന്ന് പറയാമോ സാർ? അപ്പോൾ അതുവരെ ഞാൻ വളരെ പാവമായിട്ടും നിൽക്കും. അപ്പോൾ ഇത് ഞാൻ അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് പറയല്ലോ. ആണ് പ്രവീൺ കുമാർ VP, വടാപുരത്ത് ഹൗസ്, തലക്കോട് PU, മുളന്തുരുത്തി 682314 9447094994 സാർ. അപ്പോൾ അപ്പുറത്ത് നിന്ന് കുറച്ച് നേരം സൈലൻസ് ആവും. എന്താ സാർ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു കണ്ടന്റ് പറയുകയാണെങ്കിൽ അത് പ്രവീൺ സാധാരണ രീതിയിലും പറയും, അതിനെ ചിലപ്പോൾ ഒരു പരസ്യ രീതിയിലും പറയാൻ പ്രവീണ് സാധിക്കും. എങ്ങനെയായിരിക്കും? അങ്ങനെ അത് വേറൊന്നുമില്ല. ഇപ്പം സോഡ നാരങ്ങവെള്ളം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവച്ചു. ഇപ്പം ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ സോഡ നാരങ്ങളും എടുക്കട്ടെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ അത് സാധാരണ കട ചെന്നപ്പോൾ അല്ലെങ്കിൽ വേറെ ഒരിത്തിരി വലിയൊരു ഉത്സവം പോലെ സോഡ നാരങ്ങവെള്ളം ട്രെയിനിലാണെങ്കിൽ അല്ല, ഇതൊരു പരസ്യത്തിലും ഞാൻ വെറും പരസ്യമല്ല,
ഇത് ഇപ്പോൾ ഒരു നാഷണൽ ഏജൻസി ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ അവരോട് പറയും സോഡ നാരങ്ങളും ഞങ്ങൾ പാക്കറ്റിലാക്കിയിട്ട് ഭയങ്കര അമൂലും മറ്റേ ഇതൊക്കെ പോലെ ഞങ്ങൾ വിൽക്കുന്ന ഒരു സംഭവമാണ്, ഇതിപ്പോൾ പുതിയ പാക്കിലാണ്, ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് ഒരു ഏജൻസി ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും എൻസൈംസുകളും അടങ്ങിയ പുതിയ സോഡ നാരങ്ങ വെള്ളം, ഇത് ദാഹത്തിന് പറ്റിയത്. ഇപ്പൊ സിനിമയിൽ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ ഈ എല്ലാ ഡയറക്ടർമാരും പക്ക ആകണമെന്നില്ല. പലരും അമേച്ചർ ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അതുപോലെ ഈ പരസ്യം ഡബ് ചെയ്യാൻ വരുന്ന ഡയറക്ടേഴ്സ്മാരുണ്ടാവില്ലേ? അങ്ങനെ ആരെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞൊക്കെ തരുന്നത്? ഞാൻ ഇത് പറയാൻ കാര്യം വേറൊന്നുമില്ല. ഞാനൊരു കാർട്ടൂൺ ഡബ് ചെയ്യാൻ പോയി, 20 ക്യാരക്ടർ ഞാനത് ചെയ്തു. നിനക്ക് ഞാൻ പറഞ്ഞില്ലേ മരപ്പലകെ ഇങ്ങനെയൊക്കെ ഡബ് ചെയ്തു. അപ്പൊ ഈ ഡയറക്ടർ പ്രത്യേകത എന്ന് വെച്ചാൽ അമേച്ചർ നാടകത്തിന്റെ ആളായിരുന്നു. അപ്പൊ മരപ്പലകെ നീ എവിടെ പോകുന്നു എല്ലാത്തിനും ഇങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഡയറക്ടേഴ്സിന് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് ഒരു പുള്ളി ആദ്യമായിട്ട് ഈ പുള്ളിയുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഷോർട്ട് ഫിലിം പിടിക്കും. ഇത് വിഷുവിന്, ഓണത്തിന്, ആഗസ്റ്റ് 15-ന് ഇങ്ങനെ പല ദിവസങ്ങളിലും പുള്ളി എപ്പോൾ കൊണ്ടുവരും. ഈ കഥ ഇത്രേ ഉള്ളൂ, കഥയുടെ രത്നച്ചുരുക്കം ഇത്രേ ഉള്ളൂ. ഉണ്ണിയെ കാണാതാവും. ഉണ്ണി കാണാനില്ല. ഓണത്തിന് ഉണ്ണി തിരിച്ചു വരും എന്ന് പറയും, പകരം ഉണ്ണിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരുത്തനെ പറഞ്ഞു വിടും. ഇതാണ് ഈ സാധനമായിട്ട് പുള്ളി വരും. പുള്ളി വരുന്നത് അങ്ങ് ദൂരെന്നാ. ഈ പുള്ളി വന്നിട്ട് ഈ ഓണത്തിന് വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഓണത്തിന് പുള്ളിയെ കാണാണ്ടാവും, വിഷുവിന് പുള്ളിയെ കാണാണ്ടാവും, ഓഗസ്റ്റ് 15-ന് പുള്ളിയെ കാണാണ്ടാവും, റിപ്പബ്ലിക് ഡേക്ക് പുള്ളിയെ കാണാണ്ട്. പുള്ളിക്ക് അതിന് ദൂരദർശനിൽ സ്ലോട്ട് ഉണ്ട്. ഈ പുള്ളി എങ്ങനെയെങ്കിലും ദൂരദർശനിൽ സാധനം ടെലികാസ്റ്റ് ചെയ്യും. എന്നിട്ട് പുള്ളി നേരെ ബസ്സിൽ കയറണേ, നമ്മളെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ണി വന്നിട്ടുണ്ട്. അതെ. അപ്പൊ എനിക്കും ജിസ്മോനൊക്കെ ഡബിങ് പഠിക്കാനുള്ള ഒരു പേര് ഞങ്ങൾക്ക് പോക്കാല. കാരണം പത്മനാഭ മറ്റേ സാധനം വന്നിട്ടുണ്ടോ, മറ്റേ ഉണ്ണിയുടെ സീരിയലായിട്ട് വന്നിട്ടോ, ഞങ്ങൾ അതിൻ്റെ അത് മിക്കത്തും കാര്യം അങ്ങനെയൊക്കെ ചെന്നു. അപ്പൊ അന്ന് ഈ പുള്ളിയൊക്കെ വന്നിരിക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ യുമാറ്റിക് ബീറ്റയുടെ ഒക്കെ ടേപ്പാണ്. അപ്പൊ ഇത് റീവൈൻഡ് അടിക്കും. അപ്പൊ ഇത് സാധാരണ കോമൺ ആണ്, ആരും ഇതിനകത്തേക്ക് ശ്രദ്ധിക്കില്ല. അത് കൊച്ചു പിള്ളേർ പോലും ചിലപ്പോൾ 1-2 പ്രാവശ്യം കേട്ടോ, ഇത് ഇതിന്റെ നാച്ചുറൽ പരിപാടിയാണ്. ഈ പുള്ളി ഈ 10 പ്രാവശ്യം ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടും ഇത് റിവൈൻഡ് അടിക്കുമ്പോഴേ ഒച്ച കേട്ടോ, ഒച്ച കേട്ടോ, റിവൈൻഡ് അടിക്കുന്ന ഒച്ച കേട്ടോ, റിവൈൻഡ് അടിക്കുന്ന ഒച്ച കേട്ടോ, പല്ലിക്കുഞ്ഞ് കരയുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കരയുന്നത്. ഇതുപോലെ ഒരു പുള്ളി തേങ്ങ വിറ്റ കാശായിട്ട് മലപ്പുറത്ത് നിന്ന് ഇതുപോലെ പിടിക്കാൻ വന്നു. പുള്ളിയാണ് ഒരു കോളേജ് കഥ ഇതാണ്. കോളേജാകുമ്പോൾ ഒരുപാട് പേർക്ക് അഭിനയിക്കാമല്ലോ, പുള്ളിക്കും പുള്ളിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അഭിനയിക്കാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അഭിനയിക്കുന്നു. ആ കോളേജിലെ എല്ലാ പിള്ളേരും അലമ്പ്, മയക്കുമരുന്നും ഡ്രഗ്സും ഒക്കെ ആയിട്ട്. ഈ പുള്ളി എൻ്റെ അടുത്ത് കോളേജിലെ സ്റ്റുഡൻ്റായിട്ട് അഭിനയിക്കണം. ഈ പുള്ളി മാത്രം നല്ലവൻ. എന്നിട്ട് ഈ പിള്ളേരെല്ലാം അങ്ങോട്ട് റാഗ് ചെയ്തിട്ട് ഈ ചാണകത്തിൽ തല പൂത്തി വയ്ക്കും. അപ്പോൾ അവിടുന്ന് ആർട്ട് ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ മൈലാഞ്ചി അരച്ചിട്ട് അതിൻ്റെ മുഖത്ത് ഇങ്ങനെ പൂത്തി വെച്ചാൽ മതി, ചാണകത്തിൽ പൂത്തി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഈ പിന്നെ ബാക്കി സ്റ്റുഡിയോയിലാട്ടോ ഓരോന്ന് അങ്ങനെ പറഞ്ഞു മൈലാഞ്ചി അരച്ചിട്ട് ഇതിൽ മുഖം പൂത്തി വെച്ചാൽ മതി പറഞ്ഞു. പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ ഒറിജിനൽ ചാണം തന്നെ കൊണ്ടുവരുകയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിട്ട. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, 5 മിനിറ്റോളം ഓനെ ഇവിടെ പൂത്തി വെക്കേണ്ടത് ചാണകത്തിൽ. നിങ്ങൾ നല്ലപോലെ എഫക്റ്റ് ഇട്ട് ഒളിയുന്നു. ഒരുത്തിന് ചാണകത്തിൽ പൂത്തി ഇങ്ങനെ വച്ചേക്കാം, അവൻ്റെ മുഖം അനങ്ങുന്നില്ല, വാ തുറക്കുന്നില്ല, മൂക്കണില്ല, എഫക്റ്റ് ഇട്ട് ഒളിയെന്ന് പറഞ്ഞു. ഈ എഫക്റ്റ് ഇടാണ്ട് നിങ്ങൾ മുഴുവൻ പൈസ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റൂല. ലാസ്റ്റ് സീനാ എഫക്റ്റ് ഇട്ടോളി, നിങ്ങൾ എഫക്റ്റ് ഇട്ടോളി, ചാണകത്തിൽ പൂത്തി 5 മിനിറ്റ് ക്യാമറ വെച്ചേക്കാം അവിടെ. എഫക്റ്റ് ഇട്ടോളി, എഫക്റ്റ് ഇല്ല. അവസാനം എഫക്റ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് നമ്മള് സരിത സവിത തിയേറ്ററിന്റെ മുമ്പിൽ നമ്മുടെ കാഞ്ഞിരമറ്റം പ്രശാന്തിന്റെ സിനിമ റിലീസ് ചെയ്ത ദിവസം നമ്മൾ കാണാൻ പറ്റും. അപ്പൊ നീ എന്നെ വിളിച്ച് കാറിൽ കൊണ്ടുപോയി. നിന്റെ കാറിൽ കൊണ്ടുപോയപ്പോ ഞാൻ എന്നെ കാണിച്ചു തന്നു ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ. വണ്ടിക്കകത്ത് നീ സെറ്റ് ചെയ്തേക്കുക. അപ്പൊ തന്നെ നീ ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മൈക്കും എടുത്തിട്ട് അതെ നല്ല ഇനം തേങ്ങ സമീപിക്കുക നീ ഒരു പരസ്യം ചെയ്തു. അവിടെ വെച്ച് തന്നെ നീ ഡബ് ചെയ്തിട്ട് പരസ്യം ചെയ്തിട്ട് പറഞ്ഞു മൊബൈലാണ് ചേട്ടാ അതെ രാവിലെ 6000 രൂപയുടെ പണി എടുത്തു എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ സ്വന്തമായി ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് കറക്റ്റാ, ഉത്തരവാദിത്തത്തിൽ ചെയ്തു സ്വന്തമായി ഒരു സ്റ്റുഡിയോ വണ്ടിയിൽ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഹരിശ്രീ പ്രവീൺ. അതെ. എന്താ കാര്യം ഞാനൊരു നല്ല മടിയനാണ്. എനിക്കറിയാം. കാരണം ഇത് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് ഈ ലാപ്ടോപ്പും ഇതൊക്കെ വെച്ചിട്ട് സൗണ്ട് കാർഡൊക്കെ വെച്ചിട്ട് സ്റ്റുഡിയോ ചെയ്യാൻ പറ്റും. അതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്.
അപ്പോൾ എനിക്കിതൊക്കെ പഠിക്കാനുള്ള മടി കൊണ്ടും ഇതൊക്കെ ഓർത്തിരിക്കാനുള്ളത് കൊണ്ടും തന്നെയല്ല ഞാൻ വീട്ടിലിരിക്കുന്ന സ്വഭാവക്കാരനല്ല, എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ യാത്ര. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഈ സൗണ്ട് ആൾക്കാർ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാനായിട്ടാണ് വണ്ടിക്കകത്ത് തന്നെ സാധനം സെറ്റ് ചെയ്തത്. അത് അടിപൊളിയാണ്. കാരണം ഞാൻ ഞെട്ടിപ്പോയി. MGയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് ഈ വണ്ടിയെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അത് വളരെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടും സൈലന്റ്, ഒരു സ്റ്റുഡിയോ കൺസോളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിന്റെ വണ്ടി. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവം എന്നല്ല, ഒരുപാട് പേര് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പണ്ടുതൊട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ എൻ്റെ ഡബ്ബിങ് കാലഘട്ടത്തിലൊക്കെ വണ്ടിക്കകത്തൊക്കെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഡബ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കണം. അപ്പോൾ അത് പോസിബിളായി, കറക്റ്റായി. അതെ പോസിബിളായി. എത്ര വർഷം മിമിക്രിയിൽ പിടിച്ചു നിന്നു? ഡബിങ്ങിലേക്ക് തിരിയുന്നതിന് മുമ്പ് എത്ര വർഷം പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പതച്ചു നിന്നു എന്നാണ് കറക്റ്റ്. അതായത് പതച്ച് അതായത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ആയിരുന്നു. അതെ അത് ട്രൂപ്പിലൊക്കെ കയറി പറ്റാനൊക്കെ വലിയ പാടാണല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ആയിരുന്നു. ഹരിശ്രീയിൽ കൂടെ ആരൊക്കെയായിരുന്നു? ഹരിശ്രീയിൽ കൂടെ ഇല്ലാത്തവരില്ല, എല്ലാവരും ഉണ്ട്. ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിമിക്രിയുടെ വൈറ്റിലെ ജംഗ്ഷനാണ്. അതിൽ എല്ലാ സ്ഥലത്തും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നും കാസർഗോഡ് നിന്ന് എവിടെ നിന്ന് വരാത്ത ആൾക്കാർ, ഏതെങ്കിലും ഒരു പരിപാടിക്ക് വരാത്ത ഒരു മനുഷ്യരില്ല ഹരിശ്രീയിൽ. അപ്പോൾ അതുകൊണ്ട് ഹരിശ്രീയിൽ നിന്നതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ വരും ആളുകൾ. പിന്നെ ട്രൂപ്പിൽ സ്ഥിരമായി കളിച്ചിരുന്നവരെന്ന് പറഞ്ഞാൽ മച്ചാൻ വർഗീസ് ഉണ്ടായിരുന്നു, നജീബ് റഹ്മാൻ, രാജേഷ് തിരുവമ്പാടി, യൂസഫ്, ബ്രിജേഷ്, ബൈജു ജോസഫ്, ടുബി, രാധാകൃഷ്ണൻ, മാർട്ടിൻ ചേട്ടൻ, രഘു, അങ്ങനെ. അന്ന് പ്രവീൺ അനൗൺസർ ആയിട്ടാണോ ട്രൂപ്പിൽ വർക്ക് ചെയ്തത്? ആക്ച്വലി എന്താ കാര്യം, ട്രൂപ്പിൽ സ്ഥിരമായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് നജീബായിരുന്നു. അപ്പോൾ നജീബ് ഒരു ദിവസം ഒരു പരിപാടിക്ക് ഇങ്ങനെ എന്തോ ഇത് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നല്ലോ, എനിക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് വഴക്കിട്ടു, ദേഷ്യപ്പെട്ടു. അപ്പോൾ അന്ന് എന്തായാലും പരിപാടി നടത്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ നീ പോയി ചേടാന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാനിത് സീരിയസ് ആയിട്ടങ്ങ് എടുത്തു. ഞാനന്ന് കയറി അനൗൺസ് ചെയ്തു. അപ്പോൾ അസി എന്ന് പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഉദയയിൽ. എടാ നീ ചെയ്തത് പുള്ളി പറഞ്ഞു വരുമ്പോഴത്തേനും നേരം കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തൊട്ട് ചെയ്തതാണ്. അങ്ങനെ പുള്ളി പിന്നെ നജി പറഞ്ഞു അന്ന് നീ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ നമുക്കൊരു ചാൻസ് തന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ കയറി ചെയ്തു. അങ്ങനെ ഇതായി. ലാലുദാസിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, എങ്കിലും എനിക്കൊന്ന് ഒന്നുകൂടെ കേൾക്കണം. ഇവിടെ ചിലവന്മാര് ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ വളർത്തിക്കോളാം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നെ എടുത്തിട്ട് മലത്തുവന്ന എനിക്ക് പേടി. നമ്മുടെ ഇവിടെ വന്ന എല്ലാ കലാകാരന്മാർക്കും അവർ സഞ്ചരിച്ച പാതയിൽ, അതായത് മിമിക്രിക്ക് പോയ കാര്യങ്ങളിൽ സഞ്ചരിച്ച പാത ഞങ്ങളുടെ സഞ്ചരിച്ച കഥ പറയുകയാണെങ്കിൽ വളരെ രസം. ഹരിശ്രീ എന്ന പരിപാടിക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിയിൽ ഒരു ബിനു എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ് ഞങ്ങളുടെ കൊണ്ടുപോകുന്ന സാരഥി. ഇടക്കാലത്ത് വേറെ ആൾക്കാർ വന്നു. പക്ഷെ ബിനു ഉണ്ടായിരുന്നപ്പോഴത്തെ കുറേ കഥ എനിക്ക് ഓർമ്മയുണ്ട്. ബിനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ട സ്ഥലമാണെങ്കിൽ അവൻ 1.5 മണിക്കൂറുള്ളപ്പോഴേക്കും ഹരിശ്രീയിൽ വണ്ടിയിട്ട് വരുള്ളൂ. പിന്നെ ആ വണ്ടി പോണത് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പോക്കാം. അപ്പോൾ ഒരു ദിവസം ബിനു ഇല്ല. അന്ന് ഈ മൊത്തം ബന്ധു അങ്ങനത്തെ പ്രശ്നം. ഈ പ്രോഗ്രാം പിടിച്ചിട്ടുണ്ട്. പ്രോഗ്രാം എന്തായാലും നടന്നത് മലപ്പുറം സൈഡിലാണ് ഇത് പരിപാടി. ഇവിടെ ബന്ധായിരുന്നു, ഇവിടെ വണ്ടി ഓടില്ല എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെയുള്ള എറണാകുളം കരയോഗത്തിൻ്റെ ഒരു ആംബുലൻസാണുള്ളത്. ഈ ആംബുലൻസിൽ നമ്മുടെ ബോക്സ് സർവ്വ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ട് വണ്ടി പുറപ്പെടണം. അപ്പോൾ വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആരോ വണ്ടിയിലിരുന്ന് പറഞ്ഞു ഡ്രൈവർ, അത് നിങ്ങളിങ്ങനെ പാട്ടും കൂത്തും മേളൊക്കെ ആയിട്ട് ആംബുലൻസിന് നിന്ന് കേസ് പിന്നാലെ വരും, വല്ല പരിക്ക് പറ്റിയ പോലെയൊക്കെ അല്ലെങ്കിൽ ശവമായിട്ടൊക്കെ ആരെങ്കിലും കിടക്കാൻ പറഞ്ഞു. അപ്പോൾ മിമിക്രിക്കാരാണല്ലോ, പരിക്ക് പറ്റിയ പോലെ കിടക്കാൻ പറഞ്ഞോണ്ടല്ലോ ശവമായിട്ട് തന്നെ കിടന്നത് രാധാകൃഷ്ണനായിരുന്നു. അപ്പോൾ വണ്ടി ഇവിടുന്ന് വിട്ടുപോവാണ്. ഭയങ്കര ഹോർണടിയും പ്രശ്നങ്ങൾ, വണ്ടികളെല്ലാം സൈഡിലേക്ക് മാറ്റുന്നു, എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഇവിടുന്ന് പോവാം. അപ്പോൾ ഇടയ്ക്ക് ശവം ഇറങ്ങുന്നു, ശവം സോഡ കുടിക്കുന്നു, ശവം മറ്റേ സർബത്ത് കുടിക്കുന്നു, ശവം ബീഡി വലിക്കുന്നു, ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വണ്ടി വിട്ടുപോകും. ഇത് കഴിഞ്ഞിട്ട് ഈ പരിപാടി സ്ഥലത്ത് ഓടി ഈ സാധനം ചെല്ലുമ്പോൾ അങ്ങൊരു കുന്നിൻ്റെ പൊക്കത്താണ് ഫണ്ട് റേസിങ് പ്രോഗ്രാമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് നേരത്തെ ഇങ്ങനെ വിളിച്ച് നിർത്തി ഒരു കോയിൻ ബൂത്തിൽ നിന്ന് അത് മൊബൈലൊന്നും ഇല്ല, കോയിൻ ബൂത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കമ്മിറ്റി ഓഫീസിലാണ് ഞങ്ങൾ ആംബുലൻസിലാണ് വന്നത്, നിങ്ങൾ ആരും പേടിക്കരുത് എന്നൊക്കെ കമ്മിറ്റി. അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി, പൈസയൊക്കെ തിരിച്ചടിച്ച്. ഉടനെ ഈ വണ്ടി അകലേന്ന് പറഞ്ഞിട്ട് കയറി ഇങ്ങനെ വന്ന സമയത്ത് ഈ സ്പോൺസർ എടുത്ത് ഹലോ കാണികൾ, നിങ്ങൾ ആരും പിരിഞ്ഞു പോരുത്, കൊച്ചിൻ ഹരിശ്രീന്റെ കോമാളികൾ എത്തിച്ചേർന്നിട്ടുണ്ട്, ഉടനെ കോപ്പിരായിട്ട് തുടങ്ങുന്നതാണ്. നേരെ മുകളിൽ ചെല്ലുകയാണ് പരിപാടിക്ക് വേണ്ടിയിട്ട്. അതുപോലുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ആംബുലൻസിലൊക്കെ പോയി പരിപാടി നടത്തിയിട്ടൊക്കെ. പിന്നെ പരിപാടി നടക്കാനായിട്ട് ഈ ആലപ്പുഴയിൽ മെമിസ് മീഡിയ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ട്, ഗോപന്റെ.
എല്ലാം പരിപാടി ഞാൻ 3 പരിപാടിയൊക്കെ കളിക്കുന്നത് അവനെ സംബന്ധിച്ച് പുല്ലും പുഷ്പം പോലെ 3-4 പരിപാടി വേണമെങ്കിൽ ഒരു ദിവസം പിടിച്ചോളെ. അപ്പോൾ ഒരു ദിവസം ഈ അഷ്ടമിരോഹിണി അങ്ങനെ എന്തോ സംഭവമായിരുന്നു. അന്ന് കുറേ പരിപാടി പുള്ളി പിടിച്ചു. അപ്പോൾ ആലപ്പുഴ കലവൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അവിടെ മിമിക്സ് പരേഡ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, എക്സൽ ഫാക്ടറി എന്ന്, ഗ്ലാസിൻ്റെ ഫാക്ടറി. മിമിക്സ് പരേഡ് സ്പോൺസർ ചെയ്തേക്കുന്ന ഒരു ടീം, ചെണ്ടമേളം സ്പോൺസർ ചെയ്തേക്കുന്ന വേറൊരു ടീം. അപ്പോൾ ചെണ്ടമേളക്കാർ ചെണ്ടമേളം തറുക. അപ്പോൾ ഉടനെ ആദ്യം ഇവിടെ ഇപ്പോൾ ചെണ്ടമേളം ആരംഭിക്കുന്നതാണ്. അപ്പോൾ ചെണ്ടമേളം തുടങ്ങി. അപ്പോൾ ഈ ചെണ്ടമേളം സ്പോൺസർ ചെയ്തേക്കുന്ന പുള്ളി എന്നൊരു ചെണ്ടമേളം ഒഴിപ്പിച്ചു തകർത്ത് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തകർത്തോളും. അപ്പം നമുക്ക് 6:30 ആകുമ്പോൾ സ്റ്റേജ് കിട്ടും. അപ്പോൾ ഇത് 6:15 ആയപ്പോഴും സംഭവം അവിടെ നിർത്താനും പറ്റില്ല. അപ്പോൾ ഞാൻ ചേട്ടാ ഇപ്പം മിമിക്സ് പരേഡ് സ്പോൺസർ ചെയ്തേക്കുന്ന ആളോട് എന്ന് പറയും, ചേട്ടാ നമുക്ക് ഈ പരിപാടി തീർന്നാലാണ് നമുക്ക് തട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ പുള്ളി മൈക്കെടുത്തു. ചെണ്ടമേളം അവസാനിച്ച് കഴിഞ്ഞാൽ ഈ വേദിയിൽ മിമിക്സ് പരേഡ് ആരംഭിക്കുന്നതാണ്. വളരെ പ്ലീസിങ് ആയിട്ട് വളരെ ചിരിച്ച്. അപ്പോൾ ഈ അനൗൺസ്മെന്റ് കേട്ടതും മറ്റേ ചെണ്ടമേളക്കാരന് ഇച്ചിരി അങ്ങോട്ട് കൊടുത്തു. നിങ്ങളതൊന്നും നോക്കേണ്ട കാര്യം, തകർക്കാണ് ചെണ്ടമേളക്കാരൻ അവിടെ സ്പോൺസർ അടിച്ച് തകർക്കാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ 6:20 25 അപ്പോഴത്തേക്കും യൂസഫൊക്കെ ചെന്നിട്ട് ഹലോ നടക്കോ ചേട്ടാ ഞങ്ങൾക്ക് പരിപാടിക്ക് എന്ന് പറയുന്നത് അവൻ്റെ ഒരു രീതി അറിയാലോ. അപ്പോഴത്തേക്കും ഈ പുള്ളി പറയും ചെണ്ടമേളം അവസാനിച്ച്, പുള്ളിക്ക് ഇച്ചിരി കലിപ്പായി, ചെണ്ടമേളം അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ വേദിയിൽ മിമിക്സ് പരേഡ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഭീഷണിയൊക്കെ ഉണ്ട് ആ സ്വരത്തിൽ. എന്നിട്ട് പരിപാടി നിർത്തണല്ല. അപ്പോഴത്തെ ചെണ്ടമേളക്കാരൻ നിങ്ങൾ തറക്ക നോക്കേണ്ട കാര്യം പലതും 6:25 അപ്പോൾ യൂസഫ മാനേജർ ട്രൂപ്പൻ ചേട്ടാ ഞങ്ങൾക്ക് 3 പരിപാടികളാണ് ചേട്ടാ എന്ന് പറഞ്ഞാൽ ഇയാളെ നേരം മയക്കെടുത്തിട്ട് ചെണ്ടമേളം അവസാനിപ്പിക്കേണ്ടതായുണ്ട്. അപ്പൊ അപ്പുറത്ത് കൊട്ടിക്കറ ചെണ്ടമേളം അവസാനിപ്പിക്കണം, ഈ ഒടുക്കത്ത ചെണ്ടമേളം നിർത്തണം. പിന്നെ അവിടെ അടിപൊളി മേളായിരുന്നു. പിന്നെ ഒരു കണക്കിനായിരുന്നു ഞങ്ങൾ ആ പരിപാടി നടത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയത്. അങ്ങനെയുള്ള വളരെ രസകരമായ സംഭവങ്ങളൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഡേഞ്ചർ ആയിട്ട് മാറും. അയ്യോ ഡേഞ്ചർ അടിയാവും. അപ്പൊ ആലപ്പുഴ മിമിക്സ് മീഡിയയുടെ പോയ കഥ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പറഞ്ഞാൽ തീരില്ലാത്ത ഒരുപാട് കഥകളുണ്ട്. ഹരിശ്രീക്കുണ്ട്. എന്നാലും ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ഓർമ്മയിലുള്ളത്. ഈ വയനാട്ടിൽ ഇങ്ങനെ പരിപാടിക്ക് ആദ്യം പ്രൊഫഷണലായിട്ട് വന്ന ശേഷം വയനാട്ടിലാണ് ആദ്യം പ്രോഗ്രാം. വയനാട്ടിലങ്ങനെ 5 പരിപാടി 6 പരിപാടിയൊക്കെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാണ് ഗോപൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പോവാൻ വണ്ടിയൊക്കെ പോയി ഓരോ സ്ഥലത്തെ പരിപാടി ആകുമ്പോൾ ഈ ബുക്ക് ചെയ്തവൻ വരുന്നുണ്ട്. ഇവനെന്താ വെച്ചാൽ ഇവൻ ഓൾറെഡി ഉള്ള പൈസ മുഴുവൻ മേടിച്ചു. ഈ പരിപാടി നടന്ന സ്ഥലത്ത് നിന്ന് ഫുൾ പൈസയും മേടിച്ചു. ഈ ഏജന്റ് മേടിച്ചിട്ടുണ്ട് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പൈസ എന്ന് വെച്ചാൽ അത് ഏജന്റിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും. ഏജന്റ് അവന്റെ പേരെന്ത് ഏലിയാസ്, ആ ഏലിയാസിന്റെ അപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ല. ഒരു പരിപാടി കഴിഞ്ഞ് 2 പരിപാടി കഴിഞ്ഞ് 3 പരിപാടി 4 പരിപാടി 5 പരിപാടി ഈ 5 പരിപാടിയുടെയും പൈസ ഏലിയാസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം വണ്ടിക്കാശ് പോലും ഇല്ലാതെ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഗോപനോട് ചോദിക്കാം, ഞങ്ങൾ പരിപാടി കഴിച്ചാൽ പൈസ എവിടെയെന്ന് ചോദിച്ചു ഗോപനോട്. അപ്പോൾ ഗോപൻ എടുക്കുമെന്ന് ചോദിച്ചാൽ പൈസയോ എടാ ഒന്നല്ലെങ്കിൽ ഇത്ര സ്ഥലം നിന്നെ കൊണ്ട് കാണിച്ചില്ലേ, ഇനി എന്തിനാണോ പൈസയോ അത്രയും സ്ഥലം നിന്നെ കൊണ്ട് കാണിച്ചില്ലേ, അത് ഇനി പൈസ അല്ല. അന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ ഒരു രസം തന്നെയാണ്. വയനാടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ശരി, ഗ്രൂപ്പ് ലോങ്ങിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സ്റ്റേജിൽ കൂട്ടുകാരെ അവതരിപ്പിച്ചപ്പോൾ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിച്ചോ? അത് തീർച്ചയായിട്ടും. ഞാൻ MS തൃപ്പൂണിത്തുറ സ്ഥിരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അറിയാലോ, MS ജനാർദ്ദനൻ അല്ലെങ്കിൽ MS ചേട്ടൻ ജനാർദ്ദൻ ചേട്ടൻ അല്ലെങ്കിൽ നെടുമുടി വേണിച്ചേട്ടനൊക്കെ എടുക്കുമ്പോൾ മുണ്ട് മസ്റ്റാണ് നമുക്ക്. മുണ്ട് വേണം. അപ്പം ഞാൻ ഈ ഹരിശ്രീയുടെ പരിപാടിക്കുമ്പോഴത്തേക്ക് ഒരു നോക്കുമ്പോഴത്തേക്കും അൻഡ്രോറ് കിട്ടും. എൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ മുണ്ട് കാണാനില്ല. മുണ്ട് കിട്ടുന്നില്ല. തപ്പിട്ട് ഓൾറെഡി MS തൃപ്പൂണിത്തുറ അനൗൺസ് ചെയ്തു. അൻഡ്രോറിട്ട് പോയി MS തൃപ്പൂണിത്തുറ പറഞ്ഞു എന്താണോ ശിവശങ്കര കുറെ നാളായാലോ കണ്ടിട്ടെന്ന് പറഞ്ഞ് നേരെ അൻഡ്രോറിട്ട്. അന്ന് ഭാഗ്യത്തിന് ജനം കയറി തല്ലിയില്ലെന്നുള്ളൂ. പിന്നെ MS തൃപ്പൂണിത്തുറയുടെ വോയിസ് ആയത് കാരണം ഒന്നുമില്ല മുണ്ടൊക്കെ ഉള്ള എവിടെയാ കഴിയട്ടെ എന്ന് പറഞ്ഞാലും മതിയായിരുന്നു. പിന്നെ ഈ ഇപ്പൊ സിനിമയിൽ ഡബ് ചെയ്ത ഹിറ്റ് ഏതൊക്കെ? ഇപ്പൊ എന്താ പറയാ, സിനിമയിൽ ഞാൻ RRR ലേറ്റസ്റ്റ് വന്നത് RRR ആയിരുന്നു. RRRലെ അജയ് ദേവ്ഗണിന്റെ ശബ്ദം. എയിം ലോഡ് ഷൂട്ട്. സ്റ്റേജ് വിട്ട് വേറൊരു മേഖലയിൽ പ്രവീൺ തിളങ്ങിയിരിക്കുകയാണ്, സ്റ്റുഡിയോകൾ. ഈ സ്റ്റുഡിയോകളിൽ ഉള്ള അനുഭവങ്ങളോ
ദുഃഖകരമായ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് സ്റ്റുഡിയോനേക്കാൾ ഉപരി എനിക്ക് ഫീലുള്ള ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്നു, മിമിക്രി നിർത്തണോ വേറെന്തെങ്കിലും ചെയ്യണോ ജോലിക്ക് പോകണോ എന്നറിയാതെ ഇങ്ങനെ പതറി നിൽക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മാവൻ എന്ത് ചോദിച്ചെന്ന് പറഞ്ഞു, ഇന്ന പോലെ സുരാന ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ, അവിടെ നിനക്ക് ജോലി റെഡിയാക്കി തരാം, പക്ഷേ മിമിക്രി എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ മിണ്ടിപ്പോരുത്. കാരണം അവിടെ സ്ഥിരമായി ബാലയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു അവിടെ ജോലിക്ക്. അവൻ സ്ഥിരമായി ലീവ് എടുക്കുന്നതുകൊണ്ട് ആ വേക്കൻസിയാണ് നിനക്ക് കിട്ടുന്നത്, മിമിക്രി എന്നൊരു പേര് മിണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്നും മിമിക്രി എന്ന് പറഞ്ഞ പേരേ മിണ്ടിയില്ല. പക്ഷെ അന്ന് എനിക്ക് 3 മണിക്കൂർ റെക്കോർഡിംഗ് ഉണ്ട്. ഈ 3 മണിക്കുള്ള റെക്കോർഡിങ്ങിന് പോകണം എനിക്ക്. പക്ഷേ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യാണ് പുള്ളി. ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയുന്നില്ല, പക്ഷേ ഞാൻ ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. എൻ്റെ ദൈവമേ, എന്നെ കൊന്നുപോലെ വിളിച്ചില്ലേ പുള്ളി ഇംഗ്ലീഷ്. പക്ഷെ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് പുള്ളിക്ക് കാര്യം മനസ്സിലായി, പുള്ളിയുടെ സാധനം വിൽക്കാനുള്ള ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് മതി മനസ്സിലാക്കണം. ഒരുത്തനോട് നമ്മൾ കം എന്ന് പറഞ്ഞു, റൂമിലേക്ക് കയറുന്നു. അവൻ റൂമിലേക്ക് കയറുന്നു, അവനെ തിരിച്ച് ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ നമുക്കറിയില്ലേ. നമ്മളെന്താണ്, നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് വാതക്കപ്പെട്ട് കം എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി വന്നുള്ളൂ. അതാണ് തിരിച്ച് വന്നിട്ട്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, ഓ എൻ്റെ ഇംഗ്ലീഷ് മതി. അപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിച്ച് പോയി കണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ലീവ് എടുക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്നു. 1 മണിയായി, 2 മണിയായി, 3 മണിയായിട്ടും വിടുന്നില്ല. അപ്പോൾ 3:30 മണിക്കാണെങ്കിൽ റെക്കോർഡിങ്. അപ്പോൾ ഞാൻ 3 മണിയായിട്ട് സാർ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. തിരക്കൊന്നുമില്ലല്ലോ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇരിക്കൂ, ഞാൻ ജോലിയെക്കുറിച്ച് പഠിപ്പിക്കാം, അടുത്തതിൻ്റെ പിന്നത്തെ ബുധനാഴ്ച ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ എന്തായാലും ഞാനിതെല്ലാം പഠിപ്പിക്കാം, നമുക്കിങ്ങനെ ഡോളർ എക്സ്ചേഞ്ചിങ് ആണ് ഇവിടെ, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഭയങ്കര ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഇതേ പറഞ്ഞു, സാർ എനിക്ക് ഒന്ന് സ്റ്റുഡിയോ വരെ പോകണം. സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാനാണോ? തൊട്ട് താഴെ ഫ്യൂജി കളർ ലാബ് ഉണ്ടല്ലോ, അവിടെ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞു. അതല്ല സാർ, എനിക്ക് വേറൊരു സ്റ്റുഡിയോയിലാണ് പോകേണ്ടത്. അതെന്ത് സ്റ്റുഡിയോ? ഈ റേഡിയോ പരസ്യമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ, ഹരിശ്രീ എന്ന് പറഞ്ഞ്, അവിടെ എനിക്ക് പോകേണ്ടത്. അതെന്തിനാ താനവിടെ പോണേ? അല്ല, എനിക്ക് അവിടെ ഒരു റേഡിയോ പരസ്യത്തിൻ്റെ റെക്കോർഡിങ് നടക്കണ്ട അവിടെ. അല്ല, അത് സമ്മതിച്ചു, താൻ എന്തിനാ അവിടെ പോണേ? ആ പരസ്യം ഞാനാണ് റെക്കോർഡ് ചെയ്യുന്നത് സാറെന്ന് പറഞ്ഞു. ആ അത് ശരിയാ, അങ്ങനെ എനിക്ക് തോന്നി, വരട്ടെ, സംഭവം വരട്ടെ. എന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കഥയും പറഞ്ഞു. ഞാൻ മിമിക്രി ചെയ്യും, ഞാൻ ഡബ് ചെയ്യും, ഞാൻ മിമിക്രി ചെയ്യും, ഞാൻ റേഡിയോ പരസ്യം ചെയ്യും, ഞാൻ പ്രോഗ്രാമിന് പോകേണ്ട എന്ന് വേണ്ട എല്ലാ സാധനം ഞാൻ പറഞ്ഞു. അമ്മാവനെ മനസ്സിലെങ്കിൽ ഓർത്തേ ഇല്ല ആ സമയത്ത്. ഞാൻ എൻ്റെ കല മൊത്തം ഞാൻ പുറത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു, താനൊരു ഫ്രീ ബേർഡാണ്, തന്നെ ഞാൻ പിടിച്ചുകൂടെ കെട്ടിയിടുന്നത് ശരിയല്ല, തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറക്കണം, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചിലപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്താണോ അതോ ദേഷ്യപ്പെട്ട് പറഞ്ഞാണോ, പുള്ളി പറഞ്ഞു, താൻ ആലോചിച്ചിട്ട് അടുത്ത ബുധനാഴ്ച ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഒന്നുകിൽ തൻ്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ജോലി എന്ന് തീരുമാനിച്ചു വന്നാൽ പിന്നെ മറ്റേലേക്ക് തനിക്ക് തിരിച്ചു പോകാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ തിരിച്ചു പോകില്ല സാർ, എനിക്ക് ഈ ജോലി വേണം സാർ, ഞാൻ ഇന്നത്തോണ്ട് ഇത് പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഹരിശ്രീ സ്റ്റുഡിയോയിലേക്ക് പോകണം. അപ്പോൾ അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഈ ലാൻഡ് ഫോൺ ടു ലാൻഡ് ഫോൺ ആണ് നമ്മുടെ മെസ്സേജ് തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാണ്, ഹരിശ്രീയിലെ പരിപാടി കഴിഞ്ഞാൽ മറ്റേ റെക്കോർഡിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ചെല്ലണം. എവിടെയാ? മാളയിൽ ചെല്ലണം. അവിടെ ബക്കർ മാള എന്ന് പറഞ്ഞൊരാൾ വിളിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിന് പോകണമെന്ന്. അങ്ങനെ പാലക്കാട് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും പറഞ്ഞു, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ അവിടെ ഒരു കാസറ്റിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഈ ബുധനാഴ്ചയും കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ചയും കഴിഞ്ഞ് പിന്നത്തെ എല്ലാം കഴിഞ്ഞ് ഒരു 1.5 മാസത്തിനുള്ളിൽ ഒരു 100cc യമഹ ബൈക്ക് മേടിച്ച് ഈ പുള്ളിയുടെ കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ ഞാനിപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ പുള്ളിയെ കാണാനില്ല. എന്തായാലും എവിടെയെങ്കിലും ഇരുന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി ഇത് കാണുന്നുണ്ടെങ്കിൽ, സുരാന ഗോൾഡ് എക്സ്ചേഞ്ചിൻ്റെ ഉടമസ്ഥൻ കാണുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നാക്കോ കരിനാക്കോ എനിക്ക് വലിച്ചു. ഇല്ല, സാറിനോട് നമുക്കൊരു നന്ദി പറയും. കാരണം കേരളത്തിന് ഇത്രയും നല്ലൊരു ഡബ്ബിംഗ് കലാകാരനെ സമ്മാനിച്ചു. അന്ന് അവിടെ പിടിച്ചിട്ടിരുന്ന ഈ പ്രവീണൊന്നും എങ്ങും ആവില്ലേ. അന്ന് പറഞ്ഞ പരസ്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞ പരസ്യം ഈ പ്രോഗ്രാമിന് പോകാനുള്ളത് കൊണ്ട് അന്ന് പറഞ്ഞ പരസ്യത്തിന് ഭയങ്കര വേഗതയായിരുന്നു. അതായത് പരസ്യം പറയാം. അതായത് ഈ പൂവാല്, ഈ MSc കാലത്തിട്ട് കൊപ്ര പിണ്ണാക്കിന്റെ പരസ്യമായിരുന്നു. അപ്പൊ ഈ കൊപ്ര പിണ്ണാക്കിന്റെ പരസ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പശുവിന്റെ പൂവാല്, പശുവിന്റെ പാല് കണ്ടോ എന്നൊക്കെ ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് പശുക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSc കാലത്തിട്ട കൊപ്ര പിണ്ണാക്ക്, ഇത് കഴിഞ്ഞ് പശു ഒരു അമറുന്ന ശബ്ദമുണ്ട്. അത് വിശന്നിട്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ പശു അമറുന്ന ഒരു ശബ്ദവും കൂടി ഇട്ടാലാണ് ഈ പരസ്യം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പൂവാലി പശുവിൻ്റെ പറ്റ പാട്ട് വന്നു, പിന്നെ എൻ്റെ വോയിസ് ഓവർ വന്നു. ഇത് ഇനി പശുവിൻ്റെ ശബ്ദം CD പ്ലെയറിൽ നിന്ന് പിടിച്ചിട്ടും. അപ്പോൾ ഇത് പറയും, അതെ 15 സെക്കൻഡ് എന്നുള്ളത് ഇപ്പോൾ 25-20 സെക്കൻഡിന് മുകളിൽ ഇപ്പോൾ ഓൾ റെഡി കട്ട് ചെയ്ത് കളയും. ഇത് കുറച്ചും കൂടി കുറയ്ക്കണം, ക്രിസ്പ് ആക്കണം. നീ കുറച്ചുകൂടി ടൈറ്റായിട്ട് പറയുമോ ഷോർട്ട് ചെയ്യും. പശുക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSc കാലത്തിൻ്റെ കൊപ്ര പിണ്ണാക്ക്. അപ്പുറത്തുനിന്നും പശുവിൻ്റെ പിടിച്ചിടും. ഈ സംഭവം പാലില്ല. അവസാനം ഈ പരിപാടിക്ക് പോകണം. താഴത്ത് ഞാൻ പറഞ്ഞു, ബക്കർമാലയുടെ പരിപാടിക്ക് പോകണം.
ഞാൻ നേരെ പറഞ്ഞു മറ്റേ പൂവാലി പശുവിൻ്റെ പാട്ട് വന്നു. അടുത്ത പശുക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSC കാലിത്തീറ്റ കൊപ്രാപ്പിണ്ടാക്കും. പശു ഞാൻ തന്നെ. ഏതായാലും വളരെയധികം സന്തോഷം പ്രവീൺ. ഒരുപാട് നാളത്തെ നമ്മൾ കാണുന്നത്. അതെ അതെ. ഭാവി പരിപാടികളും സിനിമകളും ഒക്കെ ഗംഭീരമായിട്ട് ഇനിയും കട്ടപ്പ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകാൻ കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.